പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് കോനിക്കര ഫാത്തിമ മാത ഇടവകയാണ്. ഇവിടെ അച്ഛൻ ഏതാണ്ട് 2.5 വർഷക്കാലം വികാരിയായിട്ടുള്ള ഒരു ഇടവകയാണ്. ശരി നല്ലൊരു ഇടവിടെ ഇന്നലെ ബലിയർപ്പിക്കാനായിട്ട് ഇന്നലെ 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാളല്ലേ. അപ്പോൾ അതിനൊരുക്കമായിട്ട് നവനാൾ കുർബാനകളാണ്. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടായിരുന്നു ഇന്നലെ വന്നത്. അപ്പോൾ അതിന് ശേഷം വീഡിയോ എടുക്കുകയായിരുന്നു. പ്രത്യേകമായിട്ട് ഈ ഇടവക ഭയങ്കരമായൊരു സ്നേഹമുള്ള, ഇവിടെ ഇരുന്ന എല്ലാ അച്ഛന്മാർക്കും ഈ ഇടവക എനിക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ആനന്ദമാണ്. പ്രത്യേകിച്ച് ഇവിടെ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത ശരിക്കും അമ്മയുടെ ഭയങ്കരമായൊരു സാന്നിധ്യം അനുഭവപ്പെടും. അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഗീതങ്ങളൊക്കെ വളരെ അപൂർവം ദേവാലയങ്ങളായിരിക്കും ഇത്രയും സ്വരത്തിൽ. സംഭവം കൊയറൊക്കെ ഉണ്ടെങ്കിലും കൊയറിൻ്റെയൊക്കെ സ്വരത്തെ അതിജീവിക്കുമാറ് ഉറക്കെയാണ് ദൈവജനം, കുട്ടികളും മുതിർന്നവരൊക്കെ അതിരം തുറന്ന് പാടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ സാന്നിധ്യം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഇടവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 57:2. അവിടെ വചനം വെളിപ്പെടുത്താണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എന്നിട്ട് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അതായത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? പറയാണ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തന്നെ. നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കി, ഇന്ന് നമുക്ക് കുറേ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു ശരിയായൊരു കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ നാളുകളിലേക്ക് പോകുമ്പോൾ ആ പ്രതികൂലങ്ങളിലൊക്കെ ശരിക്കും നോക്കുമ്പോൾ ഉള്ളം കയ്യിൽ എന്നതുപോലെ കർത്താവ് നമ്മെ പരിപാലിച്ചിരുന്ന സഹോദരങ്ങളെ, ആ കർത്താവിലെ ശരണം വയ്ക്കാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഫാത്തിമ മാതാവിൻ്റെ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ, ദൈവമേ, ഞങ്ങൾക്ക് എത്ര പ്രതികൂലമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മുടെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം 2 സമ്പൂർണ്ണ ജപമാല നിങ്ങൾ ചെല്ലിയിട്ടുണ്ടാകുമെന്ന് അച്ഛന് നല്ല ഉറപ്പുണ്ട്. ഇനി ആർക്കെങ്കിലും കടം ബാക്കിയുണ്ടെങ്കിൽ ഇന്നത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.